നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ പോലീസുകാരുടെ കണ്ണുപിടിച്ച് ഗംഗാപ്രസാദ് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീടാണ് SIക്ക് കാര്യം മനസ്സിലായത്, അവൻ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം. അപ്പൊ തന്നെ ബാക്കി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു, എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തണമെന്ന്. അത് ഗംഗാപ്രസാദ് തന്നെയാണ്. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവൻ ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും കാണും, അവനെ പിടികൂടണമെന്ന് പറഞ്ഞുകൊണ്ട് 4 വിധം പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കിരണും രതീഷും ഒക്കെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുക്കങ്ങളെല്ലാം വീട്ടിലെല്ലാം പൂർത്തിയായി, ഓഡിറ്റോറിയത്തിലെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അതിഭംഗിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാജപ്പണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. കുറേ കാലമായിട്ട് അയാളെ കാണാൻ പോലും ഇല്ലായിരുന്നു. അയാൾക്ക് കിളി പോയൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അയാൾ വീട്ടിലേക്ക് കയറി വരുവാണ്. ആ സമയം കിരണും രതീഷും കൂടെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുവാണ്. രാജപ്പണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അല്ല ഇതാരെ രാജപ്പേട്ടനോ? അപ്പോഴേക്കും രാജപ്പൻ അവിടെയൊക്കെ നോക്കി, കൊള്ളാലോ, വീടൊക്കെ നല്ല അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണേ. ഇതെന്താ ആരുടെയും ചക്കാലയാണോ എന്ന് ചോദിക്കണം. ആരുടെയും ചക്കാലയാണോന്നോ? എന്തൊക്കെയാ രാജപ്പണ്ണ പറയണേ? അല്ല ഞാനോർത്ത് ആരുടെയും ചാക്കാലയാണോന്നോ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അല്ല എൻ്റെ ചിരിയാണോ അതോ കരച്ചിലാണോ നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രതീഷ് കിരണിനോട് ചോദിച്ചു, ഇതെന്താ കിരൺ സാറേ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണം. അതെ, രാജപ്പൻ്റെ ഇച്ചിരി കിളി പോയൊരവസ്ഥയിലാന്ന് പറയണേ. രാജപ്പൻ്റെ ചെവിയുടെ പുറയിൽ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അതെ ഇവിടെ ആരുടെയും ചാക്കലയും കാര്യങ്ങളൊന്നും അല്ല, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോലും, മംഗളകാര്യം നടക്കാൻ പോവാ. മംഗളകാര്യമോ? അതെ, കാർത്തികയുടെ കല്യാണമാന്ന് പറയണ. ഓഹോ, അങ്ങനെ കല്യാണമാണല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ കല്യാണം വിളിക്കുമായിരിക്കുമല്ലോ, എനിക്കും കല്യാണം കൂടാൻ വരുമായിരിക്കുമല്ലോ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതിനെന്താ, രാജപ്പണ്ണൻ കല്യാണത്തിന് പോരാൻ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ വരും കല്യാണത്തിന്, ഞാനിവിടെ കാണുമെന്നൊക്കെ പറയാണ്. കുറച്ച് സമയം ഓരോ പൊട്ടത്തരങ്ങളൊക്കെ രാജപ്പണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് കിരണിനോട് പറഞ്ഞു, കിരണിയ ഇത് പ്രശ്നമാവും തോന്നല്ലോ എന്ന് പറയാണ്. സാരമില്ല, കിളി പോയ അവസ്ഥയിലല്ലേ, ശരിക്കും നല്ല ബോധത്തോടെ അല്ലല്ലോ സംസാരിക്കുന്നത്. പിന്നെ ഒരു വിധത്തിലാണ് കിരണ് രാജപ്പണ്ണൻ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നേ. കാരണം രാജപ്പണ്ണ് മുമ്പത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പം നല്ല ബോധവും പൊക്കണമൊന്നും ഇല്ലായിരുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് നടക്കുന്നത് പോലും. ഇതേ സമയത്ത് സ്റ്റെഫി ജയിലിൽ ഇരുന്ന് ആലോചിക്കുകയാണ്. തൻ്റെ ഗംഗ അവൻ ജീവനോടെ ഉണ്ടോ അതോ പുറത്തു കിടന്നോ ഇങ്ങനെയൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവൻ എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതിയായിരുന്നു. അവൻ രക്ഷപ്പെടുവാണെങ്കിൽ തനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവന് തനിക്ക് സുഖമായിട്ട് ജീവിക്കാം, ഏതെങ്കിലും നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാമെന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹതടുവാരി ചോദിച്ചു, എന്താടി നീ ഭയങ്കര ആലോചന ആണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല. ഓ, നിന്റെ മറ്റവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ആ ഗംഗാപ്രസാദിനെ കുറിച്ച്. അവനെ കുറിച്ച് ഇതിന് മാത്രം എന്താടി ആലോചിക്കാതിരിക്കുന്നത്? നീ എൻ്റെ കാലൊന്ന് തടവി തരാനൊക്കെ പറഞ്ഞുകൊണ്ട് കാലങ്ങോട്ട് കൊടുത്തു. സ്റ്റെഫി അങ്ങനെ കാലൊക്കെ തടവുകയാണ്. ഈ സമയത്ത് സഹതടവുകാരി പറഞ്ഞു, എടി ഈ പ്രേമം മണ്ണാങ്കട്ട അങ്ങനെയൊന്നും ഇല്ലെന്നേ, ആണുങ്ങളെല്ലാം കണക്കാ, സ്നേഹിച്ച് വഞ്ചിക്കും. പ്രത്യേകിച്ച് ആ ഗംഗ എന്ന് പറയുന്ന നിന്റെ അവനുണ്ടല്ലോ, അവനെപ്പോലെ ഒരു വൃത്തിയേട്ടൻ, അവൻ ക്രിമിനൽ അല്ലേ? എന്നിട്ട് നീ എന്തിനാടി അവനെ തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് ഇത്രയെങ്കിലും ബോധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, അവനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചേച്ചിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ. പിന്നെ എന്ന് വെച്ചാൽ അവൻ വലിയ ഗംഗാ നദിയല്ലേ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഒന്ന് പോടി അവിടുന്ന്, സ്നേഹമെന്നും പറഞ്ഞ് അവൾ ഇരിക്കുന്നു. അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല, അവൻ തീർന്നു കാണുമായിരിക്കും. ഇനി പോലീസിൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലേ അവനെ ജീവനോടെ വെച്ചേക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോൾ സ്റ്റേഫി പറഞ്ഞു, ചേച്ചിയുടെ കരുനാക്കൊന്നും വളയ്ക്കാതിരിക്കുക, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഗംഗ തിരികെ വരുമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവനെ ഉറപ്പായിട്ടും ജീവനോടെ വരും. കാരണം ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും എന്നെ കൂട്ടാനായിട്ട് അവനും കാണുന്നറിയാം. പിന്നെ നോക്കിയിരുന്നോ, എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നീ അത് നശിപ്പിക്കാതിരുന്നാൽ മതി. നന്നായിട്ട് ജീവിക്കാൻ നോക്കി ഇവിടുന്ന് പരോളിനൊക്കെ ഇറങ്ങി പിന്നെ മോചിതയാകുവാണെങ്കിൽ. അല്ലാതെ ഇനി ജയിലിലേക്ക് തന്നെ തിരികെ വരാനാണോ നിന്റെ പ്ലാന്? ആണുങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു, അതെ ചേച്ചിയുടെ അനുഭവം അല്ല എനിക്കുള്ളത്, എനിക്കറിയാം എൻ്റെ ഗംഗ എങ്ങനെയുള്ള ആളാന്ന്. ആയിക്കോട്ടെ, നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അതേസമയം കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാണ് ജയിലിലെ രാഹുലും വിക്രവും കൂടെ. രാഹുലിന് നല്ല ടെൻഷനാണ്. ഇനിയിപ്പം തൻ്റെ മോളെങ്ങാനും മനോഹറിനെ ഇല്ലാതെ നോക്കുന്നൊരു പേടി. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ജയിലിലാവും. എന്താ ചെയ്യണ്ടേ? അവളുടെ ജീവിതം തന്നെ തകർന്നു പോകുമല്ലോ.
തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, അങ്കിൾ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഈ പറയുന്നേ സാരിയോ അങ്ങനെയും ചെയ്യാൻ പോകുന്നില്ല. പുറത്ത് വെച്ച് അവനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അങ്കിള് ധൈര്യമായിട്ടിരിക്കും. എടാ അങ്ങനെ വന്നിട്ട് എന്താവാനെന്നോ ഉറപ്പായിട്ടും കാർത്തികയുടെ കല്യാണം മുടങ്ങും. കാർത്തികയുടെ കല്യാണം അല്ലേ വരാൻ പോകുന്നേ. കാർത്തികയുടെ കല്യാണം ഗംഗേട്ടൻ എങ്ങനെയുള്ള മുടക്കും. ഗംഗേട്ടൻ മുടക്കിയിട്ട് ഗംഗേട്ടൻ അകത്തേക്ക് തന്നെ കയറി വരും. ജയിലിനകത്തേക്ക് തന്നെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനോഹർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ അങ്ങ് തീർത്തേക്കാം. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കുക. ഗംഗേട്ടന് പിന്നെ ഈ കൊല്ലുകൊല്ലൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, പുത്തിരിയുള്ള കാര്യമല്ലോ. പിന്നെ അങ്കിൾ എന്താ എത്ര വിഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അവൻ തിരിച്ചു വരുവാടാന്ന് ചോദിച്ചു. പിന്നെന്താ, അവൻ ഉറപ്പായിട്ടും വരും. ഞാനല്ലേ പറയണേ, ഗംഗേട്ടൻ വരും. ഗംഗേട്ടൻ മരിച്ചു കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഗംഗേട്ടൻ ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഗംഗേട്ടനോട് അത്രയ്ക്ക് പരിചയമുള്ള അടുപ്പമുള്ളതുകൊണ്ടാ പറയണേ. ഗംഗേട്ടൻ എങ്ങനെയാലും രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ സമാധാനമായി. എന്നാലും തൻ്റെ മോൾക്കൊരാപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു. അവളുടെ ജീവിതം തകരുമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ്. അവനെ 1-2 പ്രാവശ്യം എൻ്റെ കൈ കിട്ടിയത് തീർക്കാനായിട്ട്. അന്നൊന്നും എനിക്ക് തീർക്കാൻ പറ്റിയില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഞാൻ അവനെ അടപടലം ഞാൻ തീർത്ത് കളയും. അവനൊന്ന് വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയാണ്. ഇതേ സമയത്ത് ഭാനുമതി മുത്തശ്ശി അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ്. അപ്പോഴേക്കും അമ്മലും അങ്ങോട്ട് വന്നു. അമ്മല് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അല്ല ഇതെന്താ മോളെ അവിടെ നിൽക്കുന്ന മോളിവിടെ ഇരിക്കാൻ പറയണേ. ഒന്നുമില്ല, വിഷമമായിരിക്കില്ലേ? അച്ഛൻ മരിച്ചതിൻ്റെ വിഷമം കാണൂല്ലേ? അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ആ ഗംഗയുണ്ടല്ലോ, അവൻ കാരണം ഈ വീട്ടിലുള്ളവർ എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയോ? മോൾക്ക് അവൻ്റെ ചതി മനസ്സിലായില്ലല്ലോ. അല്ലെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ഇത്ര വൃത്തികെട്ടന്മാരെയൊക്കെ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാർത്തിയുടെ കല്യാണമല്ലേ, കണ്ടു. കല്യാണത്തിന് ഉറപ്പായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരും. മോൾക്ക് കാർത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും. അവൻ ചതഞ്ഞറിഞ്ഞ് കിടക്കുന്നെന്ന്. അവൻ തീരും മോളെ, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മലിന് ഭയങ്കര സങ്കടമായി. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, മോള് വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല കേട്ടോ. മോളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അവൻ വരും എന്നുള്ള പറഞ്ഞാൽ വരും. പക്ഷേ ആ സമയത്ത് അവനെ കാത്തിരിക്കും ഇവിടെ എല്ലാവരും. അവൻ ഏതൊക്കെ വേഷം കെട്ടി വന്നെന്ന് പറഞ്ഞാലും എൻ്റെ മകനും പിന്നെ കിരൺ മോനും എല്ലാം കാത്തിരിക്കും അവനെ തീർക്കാനായിട്ട്. ഇനി അവരെ കൊണ്ട് സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളയും. പാവം പിടിച്ച പിള്ളേരെന്തിനും ജയിലിൽ പോയി കിടക്കുന്നേ. എനിക്ക് എന്താണെങ്കിലും വയസ്സാം പ്രായമായി, മുകളിലേക്ക് പോകാറായതാ. ഇനി ശേഷിച്ച കാലം അവനെ തീർത്തിട്ട് ജയിലിൽ പോയി കിടന്ന എനിക്ക് സന്തോഷമുള്ളെന്ന് പറയണം. അമല് പറഞ്ഞു, എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു. എൻ്റെ അച്ഛനും വേലുവേടനൊക്കെ താക്കീത് തന്ന. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. ഒരു പക്ഷേങ്കിൽ അവർ പറഞ്ഞ സമയത്ത് ഞാനതൊക്കെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നു പറയണം. സാരമില്ല മോളെ, ഇവിടെ ദീപയുടെ കാര്യം തന്നെ മോൾക്കറിയാലോ. കല്യാണിൻ്റെ അമ്മ എന്ത് പാവമായിരുന്നു അറിയാവോ? എല്ലാവരും എത്ര സ്നേഹമായിരുന്നു. എന്നിട്ടോ ആ ക്രൂരന് ദീപനെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ, പാവം. അത് ഓർക്കുമ്പോൾ എന്നെ നെഞ്ചിനകത്ത് ഇപ്പോഴും പിടപ്പാ. ആ ദേഷ്യം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് ആ ദുഷ്ടനെ കണ്ടുകിട്ടിട്ടുണ്ടെങ്കിൽ തീർക്കുമെന്ന് പറയുന്നേ. അവനെ ഞാൻ ജീവനോടെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം. അതേസമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യണമെന്ന് പോവാ. ഇനിയിപ്പം പഴയ താവളത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. അവിടെ കിരണിന്റെ അന്വേഷണം ഉണ്ടായിരിക്കുമല്ലോ. പിന്നീട് മാർട്ടിനെ വിളിക്കുകയാണ്. മാർട്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. എടാ ഞാൻ ആകെപ്പാടെ പെട്ട് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ല ഗംഗാപ്രസാദിന്. ആഹാരം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് പോലീസുകാർ പിന്തുടർന്നു വന്നേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. ഇനിയിപ്പം പെട്ടെന്ന് അങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റില്ല. എവിടെ പോയി വിളിച്ചാലും അമ്മമാർ അന്വേഷിച്ച് വരികയും ചെയ്യും. ഒരു വശത്ത് കിരണം, ഒരു വശത്ത് പോലീസും. പക്ഷെ കാർത്തികയുടെ കല്യാണമാണ്. കല്യാണം മുടക്കുക തന്നെ ചെയ്യണം. അതങ്ങനെ മുടക്കണമെങ്കിൽ ഇനിയിപ്പോൾ വേഷം മാറിയേ മതിയാവുള്ളൂ. ദിലീപിന്റെ വീട്ടിൽ കയറിയിട്ട കാര്യമുള്ളെന്ന് മനസ്സിലായി. ഇനി അടുത്ത നീക്കം അതാണ്. അപ്പം അതിനുവേണ്ടി ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ അവൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് മാർട്ടിനെയൊക്കെ വിളിക്കുന്നത്, പുതിയ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.